എവിടെ പോയി എന്റെ ചങ്ങായിമാരൊക്കെ? ഞാൻ അവരെ വിളിക്കട്ടെ? ഞാൻ വെറുതെ ചോദിച്ചാ. ആ ബ്രോക്കർ കുഞ്ഞാലിയല്ലേ ഇപ്പൊ അടിയും കൊണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്? എന്താ കാര്യം? മോനെ, ഓൻ കുറച്ച് ഫോട്ടോ കൊണ്ടുവന്നില്ലേ? എന്ത് ഫോട്ടോ? എന്ത് ഫോട്ടോ അനക്കറിയില്ലേ? നാണുണ്ടോ ആചാര്യ ഈ പ്രായത്തില്? ഏടോ, എന്റെ വിഷമോ പറഞ്ഞ അനക്കെങ്കിലും മനസ്സിലാവുമെന്ന് ഞാൻ കരുതി. ഓരോ രാജാക്കന്മാരെ വീട്ടിൽ ചെല്ലുമ്പോ ഒരു 3 കെട്ടിയെങ്കിൽ 4 കെട്ടിയെങ്കിൽ കേസറ്റ് ഇങ്ങനെ കാണിച്ചിരുമ്പോ കൊതിയാവുകയാണ്. ഓരിടയിൽ ഞാൻ ഒന്നേ കെട്ടിയുള്ളൂ എന്ന് പറയാൻ എനിക്ക് നാളാവുകയാണ്. അന്നാണോ പിന്നെ എനിക്ക് എന്താണ് ഒരു കുറവ്? മോനാണെങ്കിൽ ദുബായിൽ ഇപ്പൊ ഒരു ആനയും വാങ്ങിച്ചു, നാളെ ഒരു തടിമില്ലും വാങ്ങും, അത് കഴിഞ്ഞിട്ട് 4-5 കൊപ്രക്കളും. ഇതൊക്കെ നോക്കി നടത്താനായിട്ട് ഞമ്മക്ക് കൂലിക്ക് പെണ്ണുങ്ങൾ വിളിക്കാൻ പറ്റുമോ? അല്ല ഇച്ചിരി പറ. ഓ, അപ്പൊ ഉമ്മ പറഞ്ഞ ശരിയാണ്. ഓളെന്തേ പറഞ്ഞു? ഹാജിയാർക്ക് മറ്റേ പ്രാന്താണെന്ന്. മറ്റേ പ്രാന്ത്? കള്ള സോറ്. ഞാൻ അങ്ങോട്ട് വരട്ടെ? ഈ അവസാനം കാണിച്ച ഫോട്ടോ കൊണ്ട് എടുക്കും. ഇതൊക്കെ എത്ര വയസ്സായി? 10ാം ക്ലാസ്സിലാ. പ്രായത്തിൽ കൂട് സാറില്ല, ഞാൻ അഡ്ജസ്റ്റ്. എന്തിനാണ് പഠിച്ചോനെ എണ്ണം കെട്ടാന്ന് എഴുതി വെച്ചത്? ഒന്നിനെ കൊണ്ട് തന്നെ ഞാൻ ഇടങ്ങാറായിരിക്കും. പടച്ചോനെ, എങ്ങനെയുണ്ടായ മോനാണ് ഈ വല്ലാതെ ക്ഷണിച്ച് കോലം കെട്ടല്ലോ. മക്കളെ, മക്കൾക്ക് വലിയ മനസ്സിലായോ? ഈയും വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്. മുസ്തഫ, മോനെ. ഉമ്മ എന്താണെന്നോ? എടാ, എന്റെ പുന്നാര വാപ്പിയാണത്. അതല്ലാണ്, ഇതെന്താണ്? ഏത്? ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ ഗൾഫ് കിടന്ന് ഒട്ടത്തിനെ കണ്ട് ഇതിന് മറന്നുപോയോ മോനെ? ഇതാണ് ആന, നമ്മളാന. കൂപ്പ് പണിയുണ്ടോ? കൂപ്പല്ല. അല്ല, ഈ അറിഞ്ഞില്ല അതിന് കളിയൊക്കെ? അനക്ക് കത്തിലയച്ചില്ലേനോ? അയച്ചാണ്. ചെറിയൊരു കത്തിലോട്ട് വലിയൊരു ആനിനെ പിടിച്ച അങ്ങോട്ട് അയച്ചാണ് മോനെ. വേണ്ട, ഉണ്ടോ? ഞാൻ പറഞ്ഞോളാം. ഈ അയക്കണ പൈസനും കൊണ്ടേ ഈ വക തോന്നിയ അവിടെ ചെയ്ത് നടക്കണേ. അതും പോരാഞ്ഞിട്ട് എനിക്ക് ചന്തം പോരാന്ന് പറഞ്ഞ് ചെറുപ്പക്കാർ പെൺകുട്ടികളെ നിക്കാ നടക്കുക. എന്താ വാപ്പ കേക്കണേ? ഞാൻ പറഞ്ഞ മുഴുവൻ കേക്കണ്ടേ? അന്റെ പൈസ വന്നത് തീരുന്നവരെ ആ ബ്രോക്കർ കുഞ്ഞാലിനും കൂട്ടി നാട് മുഴുവൻ ചുറ്റടക്കാൻ വാപ്പ. ഇത്ര ചീപ്പാണ് നമ്മളെ വാപ്പാന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. നാളുണ്ടോ നിങ്ങൾക്ക് പൈസ കാലത്ത്? എനിക്കാണെങ്കിൽ പിന്നെയും വേണ്ടിയില്ല. എന്താടോ, ഒന്നും പറയണ്ട. ഒരു സെക്കൻഡ് ഞാൻ വിടക്കൂല. ഈ കാര്യം ഞാൻ ഇതൊരു തീരുമാനമാകാതെ ഞാൻ ആണാണെങ്കിൽ പടിയാൻ കയറില്ല. ഒരു മുസ്തുല്ല. ഇതൊരു വാപ്പാണിത്. ഈ അങ്ങോട്ട് ഇത് ബാപ്പി മോഹൻ തമ്മിലുള്ള അഭ്യന്തര പ്രശ്നം. ഇല്ലേ, പെട്ടൊക്കെ എന്നെ എടുത്ത് അകത്തോണ്ടേക്ക്. പിന്നെ ഞാൻ വരാതെ ഒറ്റ പെട്ടി പോലും ഇവിടെ തുറന്നു പോരുത്. എന്താക്കാ നാട്ടില് വന്ന ഓളെ ഒരു കച്ചറ വണ്ടിക്ക് കൊടുക്കാൻ കാശില്ലെങ്കിലേ എന്തേലും ഇല്ല. അതല്ലല്ലോ മാധവൻകുട്ടി, നീ എന്നൊന്ന് പറയും. നമ്മളെ ബാപ്പന്റെ കളി ശരിയാ? എന്താ ഇത് മാത്രല്ല, ഞാനിപ്പോ ഗൾഫിൽ നിന്ന് വന്നിട്ടല്ലേ ഉള്ളൂ. വിവരറിഞ്ഞ സ്വന്തക്കാര് ബന്ധുക്കാരൊക്കെ ഇപ്പൊ വീട് അറിയും. പെട്ടി പൊളിച്ചാൽ ഓരോരുത്തർക്കും ഓരോ സോപ്പ് കൊടുത്താൽ മതിയാവില്ല. കൊടുത്തില്ലേ കുറ്റും. അറിവ് നമുക്കിത് ഫ്രീ തരാന്ന് അവരെ വിചാരേ. അത് മാത്രല്ല, ഈ ബാഗിൽ 2 കുപ്പി സ്കോച്ച് ഉണ്ട്. അത് നമുക്ക് എന്നെ പുറകെ കൊണ്ടായിരിക്കാം. എന്തായാലും അത് നല്ല ഐഡിയ. വേണ്ട വേണ്ട, അവിടെ വെച്ച് നടിക്കാൻ പറ്റില്ല. ഓ, ഇവൻ കുടിക്കുമല്ലോ, അതാണ്. നമുക്ക് ചായക്കട പോയാലോ? നമ്മള് കൊച്ചുകാരണ്ടേ? അല്ല, ഒരു പഴയ വലിവുണ്ട്. ഇപ്പൊ പഴയ വലിവൊക്കെ മാറി. ഇപ്പൊ നല്ല പുതിയ വലിവാ. നീട്ടി വലിക്കണേ. വലിവ ചെയ്യാൻ വേണ്ടി ചൂടുവെള്ളത്തിൽ ഒഴിച്ച് മരുന്ന് പോലെ കുടിച്ചോണ്ടിരിക്കുക. ഞാൻ ഫ്രൂട്ടി. എനിക്കും ഗൾഫിൽ പോകാൻ ഒരു അവസരം കിട്ടിയതാ. അവിടെ എന്റെ ശരീരക്കൂറിന് പറ്റിയതല്ല. ഭയങ്കര തണുപ്പാ. ഗൾഫിലൊക്കെ ഭയങ്കര ചൂടല്ലേ ചേട്ടാ? ഏസിട്ടാൽ അവിടെ ചൂട്. അവിടെ വിമാനത്തിന്റെ അകത്ത് തണുപ്പ്, ഷെയ്ഖിന്റെ കാറിന്റെ അകത്ത് തണുപ്പ്, കൊട്ടാരത്തിന്റെ അകത്ത് തണുപ്പ്. എന്തിന് രാത്രി കാർ സെറ്റിൽ എന്താ തണുപ്പ്? അല്ല, ഒരു സ്മോളും കൂടി മതി മതി, ഇല്ലാത്ത ദുശീലങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ഒന്ന് വെറുതെ എഴുതണം. ഇവൻ ആരാന്നാ നിന്റെ വിചാരം?
ചെറുപ്പത്തിൽ എന്നെ വലിപ്പിച്ച് മൂക്കി കൂടെ പുകവിടാൻ പഠിപ്പിച്ച എന്റെ ആശാനാ മുസ്തഫ. ഡോ, ഡോ, ഇവിടെ ഇവിടെ ഇപ്പോഴും വലിവിനൊരു കുറവില്ലല്ലോ. ഞാൻ ഒഴിച്ചു തരാം. എന്താ നിനക്കും വേണോ? അയ്യോ ഇത് ഫ്രൂട്ടി അല്ലല്ലേ? സ്മോൾ വെച്ചാട്ടെ. സ്മോൾ 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 സ്മോൾ. ഓക്കെ. അല്ല നീ ഇവിടെ വെള്ളം ഒഴിക്ക, അല്ലെങ്കിൽ അറബിക്കാർ വെള്ളം ഒഴിച്ചിട്ടാ. പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല. നമ്മളിപ്പോ നേരിട്ട് പാർട്ടിയാ. വെള്ളടി തീരെയില്ല. അത് മനസ്സിലായി, ഇപ്പൊ കണ്ടല്ലോ. എന്ത് കണ്ടെന്ന്? വെള്ളടി ഇല്ല എന്ന് പറഞ്ഞാ വെള്ളം ഒഴിച്ചുള്ള അടിയില്ല. നീറ്റായിട്ട് ഒറ്റ വീക്ക്. അല്ല ഇക്കാക്ക് ഗൾഫിൽ എന്തായിരുന്നു പണി? ഷെയ്ക്ക്. ഷേക്കോ? അതെ, ഷെയ്ക്ക് എന്ന് പറഞ്ഞാ ഈ ഷവലെടുത്തൊരു മണ്ണിനടിയിലേക്ക് ഇട്ടിട്ട് ഒരു ഷെയ്ക്ക്, അതിന് അവിടെ നേരെ ചട്ടിയിലേക്ക് ഒരു ഷെയ്ക്ക്, ചട്ടി എടുത്തിട്ട് ഒരു ഷെയ്ക്ക്, ചട്ടി നേരെ കോൺക്രീറ്റ് മിക്സറിലേക്ക് ഒരു ഷെയ്ക്ക്, പിന്നെ അവിടെ മൊത്തം ഒരു ഫുൾ ഷെയ്ക്കാണ്. അങ്ങനെ നമ്മളവിടെ ഷെയ്ക്കായിട്ട് വിലസുമ്പോഴാണ് നമ്മളെ പെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അറബിക്ക് ഒരു സാധനം കിട്ടണത്. എന്ത് സാധനം? എന്ത് സാധനം? നമ്മളൊരു പഴയ സുഹൃത്തിന്റെ ഒരു കല്യാണക്കുറി. പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ പൊന്നുകൊണ്ടുള്ള എഴുത്തും നൂലിന്റെ കെട്ടും എല്ലാം കൂടി ആയപ്പം ഞാനിത് കളയാതെ പെട്ടിയിൽ വെച്ചു. പക്ഷെ അത് കണ്ടപ്പം അറബി ഒന്നും ഞെട്ടി. എന്തിനെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല. ചുരുക്കത്തില് ഈ കല്യാണക്കുറി എന്തോ വലിയ സർട്ടിഫിക്കറ്റ് ആണെന്നും ഞാൻ കുറെ പഠിച്ച ആളാണെന്നും അറബി തെറ്റിദ്ധരിച്ച്. അങ്ങനെയല്ല എനിക്ക് പ്രൊമോഷൻ കിട്ടേ. ഒയ്ക്ക് മോനെ. ആ സ്മോൾ 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 സ്മോൾ. ഓക്കെ. കുറെ നേരം ഞാൻ ക്ഷമിക്കണ്. മനുഷ്യൻ ക്ഷമിക്കാതില്ലേ? ഇനി മാജിക് പഠിച്ചില്ലേ വേണ്ടില്ല. നീയാണ് മോനെ ആൺകുട്ടി. ഇത്രയും കാലം ഗൾഫിൽ ജോലി ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു നരി ഞാൻ കണ്ടില്ല. തമാശ പറയല്ല. അല്ല ഒരു കാര്യം ചോദിച്ചോണ്ട് വിരോധമുണ്ടോ? ഒരു വിരോധമില്ല, ധൈര്യമായിട്ട് ചോദിക്കും. ആ കല്യാണക്കുറി ഇപ്പോഴും കയ്യിലുണ്ടാ? ഇവനെന്ത് വിവരക്കെടാ ചോദിക്കണേ? പ്രമോഷൻ കിട്ടി അന്ന് കയറിയില്ലാനേ, അല്ലെങ്കിൽ പണി പോവില്ലേ? സുഗുണ നീ വീട്ടിൽ പോ. ഞാൻ വീട്ടിൽ പോവാം. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താന്ന് എനിക്ക് പറയണം. മാധവൻകുട്ടി, ഇവൻ എന്തായി പറയണത്? സുഗുണ. അതെ, സുണകൻ തന്നെ. എന്റെ പേരിൽ വല്ല കുഴപ്പമുണ്ടോ? ഞാൻ എന്തുകൊണ്ട് ഈ പഴയ സാധനങ്ങൾ തന്നെ തിന്നുന്നത് നിങ്ങൾക്കറിയോ? ഇല്ല. ഞാൻ എന്തിനാ എപ്പോഴും ടോർച്ച് കൊണ്ടു നടക്കണെന്ന് നിങ്ങൾക്കറിയോ? അറിയോ? ആ കാരണം ഉണ്ട്. ഞാൻ എന്തിനാ എപ്പോഴും ഫ്രൂട്ട് കുടിക്കാൻ നിങ്ങൾക്കറിയോ? അറിയോ അറിയോന്ന് ചോദിക്കാൻ നീ ഇങ്ങോട്ട് പറയും. പറയാം, എല്ലാം പറയാം. പറയട്ടെ? എന്താ പറഞ്ഞത്? നീ പറഞ്ഞത് കോനാരി ചന്തല കഥ. ആ കോനാരി ചന്തേല. ആ കൊച്ചു വെളുപ്പിന് കോനാരി ചന്തേലി കുളിർവ് കടത്തണ കുമാരി. കൈപിടി. വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ? ആരും കാണാൻ ആരും കാണാണ്ട് ദൂരെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. പെൺകുട്ടീന്റെ ഫോട്ടോ അത് പിന്നെ നമ്മൾ കൊണ്ടുവരാണ്ടിരിക്കുക. മലമുറി അൻസാരിന്റെ പൊരയിലെ പെൺകുട്ടികൾ 5. എല്ലാ ഒന്നിനൊന്നും മെച്ച. ആദ്യം നമുക്ക് അങ്ങോട്ട് പോകാം ഹാജിയാരെ. അല്ല, ഈ 5 ഒരൊറ്റയടിക്ക് നമുക്ക് ഒരു കെട്ടിച്ചു തരും. 5 അല്ല 50 പേരെ പോറ്റാനുള്ള കഴിവ് ഹാജിയാർക്ക് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അത് ശരി. ഈ ദുനിയാവില് വേറെ ആരറിഞ്ഞാലും വേണ്ടിയില്ല, നമ്മള് മുസ്തഫിദാണ്. അള്ളാണ് നമ്മൾ അറിയിക്കില്ല. ഇങ്ങൾ കേറുന്നു. വണ്ടി വിട്. അല്ല, എങ്ങോട്ടാണ്? മലമൂർ അൻസാരിന്റെ അടുത്ത് പോണോ മലപ്പുറം അയമുട്ടിന്റെ അടുത്ത് പോണോ? എന്തേ വാപ്പ പോണ്ടേ? മാണ്ട മോനെ പോണ്ട. കള്ള നായിന്റെ മോനെ അല്ല കൊറേ കാലം ഞാൻ തെരഞ്ഞെടുക്കണേ. ഇന്ന് ഞാൻ ശരിയാക്കടാ. അള്ളാണ് നമ്മളൊന്നും അറിഞ്ഞില്ല മുസ്തഫ. അറിയാൻ പോണോല്ലടാ. പൊന്നു മുസ്തഫ ബാപ്പ തമാശ കളിച്ചല്ലേ. എന്റെ പൊന്നടിക്കണേ തമാശ. അങ്ങോട്ട് നടക്കാനാ പറഞ്ഞത്. ഇവനെ നീ വെറുതെ വിടരുത്. ഇവൻ ബാബനെ ഇരുവോ? ഇവനെ പെണ്ണുങ്ങളാണല്ലേ? നല്ലേ ആള് കേട്ട പെൺവാണിപ്പാന്ന് കരുതു. മിണ്ടി പോയത്. എന്നാ ഞാൻ ഐസ്ക്രീം മാറി പോവേ. മലമൂരി അയമുട്ടിന്റെ വീട്ടിൽ എത്ര കുട്ടികളാന്ന് പറഞ്ഞു? 5. 5. എത്ര പ്രായം?
ഏറ്റവും ഇളയത് 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഓളെ ഫോട്ടോ ഉണ്ട് എന്റെ അടുത്ത്. ഫോട്ടോ ഉണ്ട്. അതെ, പ്രായത്തിൽ കൂടുതലാണ്, എന്നാലും സാരല്ലേ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കേറി വണ്ടിയിൽ. ദുനിയാവിൽ ആരറിഞ്ഞാലും നമ്മളെ ബാപ്പ അറിയരുത്. അതാണ് നമ്മൾ ഡ്രൈവറെ ഇങ്ങോട്ട് വാ.